നമ്മുടെ ഇന്നത്തെ ഈ നാട്ടിലെ കല്യാണം കഴിക്കാനായിട്ട് പാടുപെടുന്ന ഒരുപാട് യുവാക്കളുണ്ട്. അപ്പോൾ യുവാക്കളുടെ അവസ്ഥയാണെങ്കിൽ ഒരു യൗവന പ്രായം കഴിഞ്ഞു പോകുന്നവരുടെ അവസ്ഥ എന്തായി തീരും? കല്യാണം കഴിക്കാത്ത ഒരു യുവാവാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. അതെ, അത് പെണ്ണ് കിട്ടുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. ഇതൊരു വിവാഹ ആലോചനയായിട്ട് ആരും കണക്കാക്കരുത്. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ യുവാക്കൾക്ക് പെണ്ണ് കിട്ടാതെ ബുദ്ധിമുട്ടുന്നു എന്നുള്ള കാര്യമാണല്ലോ അല്ലേ. അപ്പോൾ ഈയിടെ ഒരു യുവാവ് ഒരു കേസ് കൊടുത്ത് തന്നെ മാട്രിമോണിയൽ ബ്യൂറോക്കാർ പറ്റിച്ചു എന്ന് പറഞ്ഞ് ഒരു ഇത് മേടിച്ചു, നഷ്ടപരിഹാരം മേടിച്ചിട്ടുണ്ട്. 20,000 രൂപ പറ്റും അല്ലേ. നഷ്ടപരിഹാരം മേടിച്ച് മാത്രമല്ല, അദ്ദേഹം 9ഓളം, ഇപ്പം ഇന്ന് വന്ന വാർത്തയാണ്, 9ഓളം ഭാഷയിൽ വധുവിന് ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ പരസ്യം നൽകുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ നോക്കുമ്പോൾ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന തരത്തിൽ ഭയങ്കര ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യത അദ്ദേഹത്തിനുണ്ട്. പ്രൊഫസറാണ്, നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അങ്ങനെ അദ്ദേഹം ഇപ്പോൾ ലാസ്റ്റ് ഇപ്പൊ പെണ്ണ് കിട്ടാനായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു കാര്യമാണ് ശ്രദ്ധിക്കപ്പെട്ടത്. 9ഓളം ഭാഷയിൽ അദ്ദേഹത്തിന് ഈ 9ഓളം ഈ പല ഭാഷകളും സ്വന്തമായി കൈകാര്യം ചെയ്യാൻ അറിയുകയും കൂടി ചെയ്യാം. അപ്പോൾ ഈ 9 ഭാഷയിൽ പുള്ളി പോസ്റ്റർ തയ്യാറാക്കി പോസ്റ്റുകളിൽ കൊണ്ട് ഒട്ടിച്ചു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോ ഇവിടെ ഈ പട്ടത്തോട്ടിറങ്ങി അറിയാം, നമ്മുടെ ഈ പോസ്റ്ററിലെല്ലാം കാണാം, ഒന്ന് ഈ ഹൗസ് ഫോർ റെന്റ്, അല്ലെങ്കിൽ വാഹനം വാടകയ്ക്ക്, അതല്ലെങ്കിൽ ക്ലീനിങ്ങിന് ആള്, അതല്ലെങ്കിൽ പേയിങ് ഗസ്റ്റ്, അതല്ലെങ്കിൽ ട്യൂഷൻ എടുത്തു കൊടുക്കപ്പെടും. അങ്ങനെ ഇങ്ങനെ ഓരോരുത്തർ അവരവരുടേതായിട്ടുള്ള രീതിയിൽ കൊണ്ട് ഒട്ടിക്കുകയാണ്. അതുപോലെ നമ്മൾ ഓർത്തോണം, നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലേക്ക് ചുരുങ്ങിയ ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലോട്ടായിരുന്നു, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ഒരു സംഭവം ഇട്ടാൽ മതി, ആൾക്കാർ തിരക്കി പിടിച്ച് നമ്മുടെ ഇവിടെ വരും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് വെറൈറ്റി ആലോചന. കാരണം അദ്ദേഹത്തിന് 43 വയസ്സായി. ഇത്രയും യോഗ്യതയുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസം, നല്ല വരുമാനമുള്ള ശമ്പളമുള്ള ജോലി, വീട്ടിലെല്ലാം നല്ല സെറ്റപ്പ് അല്ലേ. അതെ. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഒരു യൂത്തിന്റെ കല്യാണ സങ്കല്പങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ടായിരുന്നു നമ്മൾ ഈ ഒരു വിദ്യാഭ്യാസം, വീട്ടിലെ ചുറ്റുപാടുകൾ ഇന്ന് നോക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല, നല്ല രീതിയിൽ അത് നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ മാറിയ ഒരു സങ്കല്പം എന്ന് പറയുന്നത് നമ്മൾ മ്യൂച്വലി കുറച്ചും കൂടി ആളുകളെ മനസ്സിലാക്കുക എന്നുള്ള തരത്തിലേക്കാണ് ഇന്ന് കൂടുതലും ആൾക്കാർ താല്പര്യപ്പെടുന്നത്. അതിപ്പോൾ ഈ ചില മാട്രിമോണിയിലൊക്കെ തന്നെ ചില സ്ത്രീകളുടെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഒക്കെ പ്രൊഫൈൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം, അതിനകത്ത് അവർ ഇത്തരം കാര്യങ്ങളായിരിക്കും എഴുതി വെക്കുന്നത്. അപ്പം നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു ഇത്രയധികം യോഗ്യതകൾ ഉണ്ട് എന്നുള്ളൊരു കാരണത്താൽ വിവാഹം നടക്കണമെന്നൊന്നുമില്ല. അല്ല, അത് ശരിയാണ്. അവർക്ക് ഇപ്പം ഇവൻ ഒരു പഠിപ്പിക്കുക എന്ന് വിചാരിച്ചാൽ ഈ പഠിപ്പിക്കുക ഇവനെ ഈ മറ്റു കാര്യങ്ങളൊന്നും അത്ര ഇതായിരിക്കില്ല, ഇവൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും, പഠിപ്പിക്കുകയാണ്, അങ്ങനെ ഒരു തോന്നൽ ചിലർക്ക് വന്നുകൂടായിരിക്കും. അതായത് ഈ പെൺകുട്ടികൾ ചോദിക്കും, അവനെ കണ്ടാലേ അറിയാം അവന് പഠിപ്പിക്കാൻ. ഒരു ഇച്ചിരി അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരുത്തരാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നല്ല ചേട്ടന് നല്ല ബുള്ളറ്റും നീട്ടി വളർത്തിയ തലമുടിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് എന്നൊക്കെ കരുതുന്ന പെൺകുട്ടിയുണ്ട്. കാരണം ഈ യൗവന സങ്കല്പം, യുവതികളുടെ സങ്കല്പം മാറിപ്പോയി. പണ്ടത്തെ കാലത്ത് കുളിച്ച് തല നിറച്ച് എണ്ണയൊക്കെ തേച്ച് കുളിച്ച് മുടിയൊക്കെ നടക്കുക, എന്നിട്ട് ഒരു കുറിയൊക്കെ തൊട്ട് വരുന്ന ആൾക്കാരെ കാണുമ്പോൾ ഇവനോട് എനിക്കൊരു ഇഷ്ടം തോന്നുന്നു. അങ്ങനെയാണ് സാധാരണ നമ്മൾ പുറമെ കാണുമ്പോൾ കൊള്ളാം എന്ന് തോന്നി. ഞങ്ങളുടെയൊക്കെ കാലത്ത് അതാണ്. ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയാണ്? ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കാണും ഇവ മുടിയൊക്കെ നീട്ടി വളർക്കുന്ന ഒരു പയ്യൻ, കമ്മലും ഒക്കെ ഇട്ടാണ്. അപ്പൊ നമ്മൾക്ക് ഈ എന്തൊരു കോലമാണ് ഇവന്റെ. പക്ഷെ പെൺകുട്ടികൾക്കെല്ലാം ഇഷ്ടം ഇവനെയാണ്. കാലഘട്ടത്തിന്റെ മാറ്റം അതാണ്, ഒരു തലമുറകൾ മാറുന്നു എന്നുള്ളതാണ് അതിനകത്തെ രസം. അവരുടെ ഒരു സമീപനം ആ ഒരു രീതിയിലേക്ക് മാറുന്നു. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി. പിന്നെ നല്ല താടിയുള്ള ചേട്ടന്മാര്, അതുകൊണ്ട് എന്താണ് ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ താടി വളർത്തുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. താടി വളർത്തിയ ഉടനെ ഓരോരുത്തർ ചോദിക്കും എന്താ നിരാശയാണോ എന്ന് ചോദിക്കുക. എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ താടിയൊക്കെ വളർത്തുന്ന സമയത്ത് എന്ത് പറ്റി, നിരാശയാണോ എന്നിങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ. ഇടക്കാലത്ത് കഞ്ചാവായിരുന്നു എന്ന് ചോദിക്കുന്ന, അത് മുടി നീട്ടി വളർത്തുന്നവരെയും. പിന്നെ അന്നൊക്കെ നമ്മൾ ഈ സിഗരറ്റ് വലിക്കുന്നവരെ കണ്ടെത്താൻ ഒരു ഐഡന്റിഫിക്കേഷൻ മാർഗമുണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ. നമുക്ക് സിഗരറ്റ് വലിക്കുമെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ഈ യൗവനത്തിലോട്ട് കാൽ ഊന്നുന്ന സമയത്ത് നമ്മൾ സിഗരറ്റൊക്കെ വലിച്ചു കഴിയുമ്പോൾ സിഗരറ്റ് സ്ഥിരമായിട്ട് വലിക്കുന്നവരെ കണ്ടെത്താൻ ചുണ്ടത്ത് ഇവിടെ 2 സൈഡിലും പാടുണ്ടാവും. ഇവൻ ഭയങ്കര സിഗരറ്റ് വലിക്കുക. പക്ഷെ ഇന്നത്തെ കാലത്ത് കുട്ടികൾ, നമ്മുടെ യുവാക്കളുടെ ഇടയിലാണെങ്കിലും പൊതുസമൂഹത്തിലാണെങ്കിലും സിഗരറ്റ് വലി എന്ന് പറയുന്ന പരിപാടി തീർത്ത് കുറവാണ്. അതിന് പകരമാണ് ഇപ്പൊ അവരും അതിലും മാരകമായ എടുത്തു വയ്ക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ 43 വയസ്സുള്ള യുവാവെന്ന് നമുക്ക് അദ്ദേഹത്തെ പറയാം, കാരണം കല്യാണമൊന്നും കഴിക്കാത്തില്ല. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേറെ ഡിമാൻഡുകളൊന്നുമില്ല. ഏത് ഭാഷയിലായിക്കോട്ടെ, ഏത് നാട്ടിലായിക്കോട്ടെ, അദ്ദേഹം കല്യാണം കഴിക്കാൻ തയ്യാറായിട്ട്. കണ്ണൂരുകാരനല്ലേ? അതെ, കണ്ണൂരുകാരൻ. കല്യാണം കഴിക്കാൻ അദ്ദേഹം തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പെണ്ണുമാണ്, അദ്ദേഹത്തിൻ്റെ അമ്മയെ അദ്ദേഹത്തെ നോക്കണം
എന്നാണ് പറഞ്ഞത്. വളരെ രസകരമായ വാർത്തയാണ്. രസകരമായ വാർത്ത. അതുപോലെ തന്നെ അതിൽ എനിക്ക് കുറച്ചുകൂടി രസകരമെന്ന് തോന്നിയത് മാട്രിമോണിയൽ ബ്യൂറോകൾക്കെതിരെ അദ്ദേഹം കംപ്ലൈന്റ് കൊടുത്ത് നഷ്ടപരിഹാരം നേടിയെടുത്തു എന്നുള്ളതാണ്. 10ഓളം ബ്യൂറോകളിലാണ് അദ്ദേഹം ആലോചന കൊടുത്തത്. അപ്പോൾ 10ഓളം ബ്യൂറോകളിൽ കൊടുത്തിട്ടും തക്കതായിട്ടുള്ളൊരു പരിഹാരം അദ്ദേഹത്തിന് കിട്ടിയിരുന്നുമില്ല. മാത്രമല്ല ഇപ്പോൾ ഇതേ രീതിയിൽ ഒരുപക്ഷെ പ്രൊഫൈലുകൾ ചെയ്തു വെച്ചതിന് ശേഷം ഒരിക്കലും പെണ്ണ് കിട്ടാത്തവർ കാണും. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് എന്നാൽ പിന്നെ ഈ വഴിക്കെങ്കിലും നീങ്ങിയാലോ, നിയമ വഴി നീങ്ങി നഷ്ടപരിഹാരം മേടിച്ചെടുത്താലോ എന്ന് ചിന്തിക്കുന്നവർ ഒരുപക്ഷെ ഇനിയെങ്കിലും ഉണ്ടാകാം ഈ ഒരു വാർത്തയ്ക്ക് ശേഷം. കാരണം ഒരുപാട് ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്നത് ഈ ഒരു മേഖലയാണ്. നമ്മളിപ്പോൾ എല്ലാ മേഖലയും കബളിപ്പിക്കലാണ്, പക്ഷേ മാട്രിമോണിയൽ മേഖലയിലും നല്ല രീതിയിലുള്ള കബളിപ്പിക്കൽ നടക്കുന്നുണ്ട്. കാരണം കല്യാണം കഴിഞ്ഞ കുട്ടികളുടെ പടം കൊടുത്ത് പൈസ മേടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കല്യാണം കഴിഞ്ഞ ആളിൻ്റെ പടം കൊണ്ട് കാണിക്കും, എന്നിട്ട് ഈ കുട്ടിയെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഓരോ തവണ വരുമ്പോഴും പൈസ. മാത്രമല്ല ഇവർ ഈ പ്രൊഫൈലുകൾ നമ്മൾ ഇതിപ്പം ബ്യൂറോയാണ്, അല്ലാണ്ട് നമ്മൾ ഈ പ്രൊഫൈൽ ആപ്പുകളിലൊക്കെ അക്കൗണ്ട് എടുക്കുമ്പം ഇവർ ക്യാൻവാസ് ചെയ്യുന്നത് ഇപ്പം ആണുങ്ങളെ ആണെങ്കിൽ വിളിക്കുന്നത് പെണ്ണുങ്ങളായിരിക്കും. അതായത് അവരെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി സ്ത്രീകളുടെ സൗണ്ടിൽ ഒരുപക്ഷെ ഈ വിവാഹം നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ സമയത്ത് പറയുന്ന എന്ത് ഓഫറും വിശ്വസിക്കും. കാരണം നമ്മുടെ ആവശ്യം ഇത് മാത്രമാണ്. അപ്പോൾ അത്തരത്തിലേക്ക് പറയുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ഒരു എതിർലിംഗത്തിൽപ്പെട്ട ഒരാൾ പറയുമ്പോഴത്തേക്കും എത്ര വിദ്യാഭ്യാസം ഉള്ളതാണെങ്കിലും എത്ര കാശുകാരനാണേലും ആ വാക്കിൽ വിശ്വസിക്കും. നേരെ തിരിച്ച് ഇതേ തന്ത്രമായിരിക്കാം സ്ത്രീകളുടെ അടുത്തും പയറ്റുന്നത്, അതറിഞ്ഞൂടാ. എന്നാലും പുരുഷന്മാരോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവർ ഈ പറയുന്ന പോലെ പൈസ മുടക്കാൻ തയ്യാറാകും. ഈ പറയുന്ന പോലെ നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ചുമ്മാ നോക്കിയാൽ മതി. ഒരു 1-2 മാട്രിമോണിയൽ ആപ്പുകൾ മാത്രമല്ല, ഒരുപാടുണ്ട് നമുക്ക് അറിയാവുന്നോ അറിയാത്തതോ ഒക്കെ. അപ്പം ഈ ഒരു മേഖലയിൽ എത്രമാത്രം ഒരു ബിസിനസ് നല്ല രീതിയിൽ വ്യാപിക്കുന്നുണ്ടെന്നും നമുക്ക് അതിൽ നിന്ന് വ്യക്തമാക്കാം. ഇപ്പൊ എന്താണെങ്കിലും ശരി, ഈ യുവാവിന്റെ ഒരു എന്താ പറയുന്നത് വ്യത്യസ്തമാർന്ന ഒരു മാട്രിമോണിയൽ അഡ്വർടൈസ്മെന്റ് അല്ലേ, അത് ശരിക്കും ബാക്കിയുള്ളവർക്കും മാതൃകയാക്കാവുന്നതാണ്. പിന്നെ വേറൊരു പ്രശ്നം ഇപ്പോഴത്തെ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ പെൺകുട്ടികളൊന്നും വിവാഹത്തിന് തയ്യാറാകാത്ത പെൺകുട്ടികളാണ് കൂടുതലും. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പം പഠിക്കണം, ജോലി വാങ്ങണം, പിന്നെ ഈ വിവാഹം എന്നുള്ളതിനെ അവരൊരു സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് പലയിടത്തും. അതുകൊണ്ട് അവര് ലിവിങ് ടുഗദറിനോട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. മാത്രമല്ല നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പണം നോക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പലരും നോക്കുന്ന അവരുടെ ഡിമാൻഡുകൾ അവരെന്താണോ അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഡിമാൻഡുകളാണ് അവർ നോക്കുക. വിദേശത്ത് പോകണമെന്നുള്ളതാണ് മിക്കവരുടെ ആവശ്യം. അതിനുവേണ്ടി അവിടെ ജോലിയുള്ള പയ്യന്മാരാണെങ്കിൽ കുറച്ചുകൂടി ഇതായിട്ട് ഇവർ നോക്കും. ആ ശ്രേണിയിൽപ്പെട്ട ഇപ്പം ഒന്നി ജർമ്മനി അല്ലെങ്കിൽ കാനഡ അല്ലെങ്കിൽ UK, ഓസ്ട്രേലിയ, അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ ജോലി സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ട്. US പോകാനാണെങ്കിൽ അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാർ. കൂടുതലും അത് IT ഫീൽഡിലാണത് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം എല്ലാ മേഖലകളിലും ആൾക്കാർ വ്യാപിക്കുന്നുണ്ട്. പണ്ട് അങ്ങനെയായിരുന്നു. എന്താണെങ്കിലും ഈ നമ്മുടെ വിവാഹ കമ്പോളത്തിൽ ഇപ്പോൾ ഒരു വല്ലാത്തൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. അതാണ് ശരിക്കും പറയുന്നത്. ഇപ്പം ഈ പറയുന്നത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിലും ഞാനൊക്കെ വിവാഹം കഴിക്കാൻ ഇറങ്ങുന്ന സമയത്താണെങ്കിലും നമ്മൾ ഇതുപോലെ ഒരുപാട് പെണ്ണ് കണ്ടുപോയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അന്ന് കാണാൻ പെണ്ണുങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ പെണ്ണുങ്ങൾ തയ്യാറാകുന്നില്ല, പെണ്ണ് കാണാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത്. അത് സത്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം പഠിച്ച് 43 വയസ്സ് വരെയൊക്കെ പോയാൽ അതിനിടയ്ക്ക് വിവാഹാലോചന എൻ്റെ ഒരു സൈഡിൽ കൂടെ പോയി. ഓരോ വർഷവും കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. പ്രായം മാറുന്നവരും നമ്മുടെ ഡിമാൻഡുകളിൽ മാറ്റം വരാം. അതാണ്, അങ്ങനെയാണ് വരുന്നത്. എന്താണെങ്കിലും ഇദ്ദേഹത്തിന്റെ ഒരു സമീപനം വളരെ പ്രതീക്ഷയേകുന്നതാണ്. കാരണം അദ്ദേഹത്തിന് എങ്ങനെ വിവാഹം കഴിച്ചേ പറ്റൂ, അതിനുവേണ്ടി തനിക്ക് അറിയാവുന്ന ഭാഷയിലല്ല അദ്ദേഹം പോസ്റ്റർ പതിപ്പിക്കുകയാണ്. അജിത് കുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അജിത് കുമാറിന് പെണ്ണ് കിട്ടട്ടെ എന്ന് ആശംസിക്കും.